ബാക്കി വന്ന ചോറ് അതിനി ആരും കളയണ്ട. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് മാറ്റാം. അതും വെറും 10 മിനിറ്റിലാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ കഴിക്കാൻ പറ്റും. തേങ്ങാ ചട്നീൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ചോറ് വേണം. അതേപോലെ തന്നെ 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറിന് 1/4 കപ്പ് റവ, അതാണ് അളവ്. പിന്നെ നമ്മൾ റവ എത്രയാണോ എടുത്തത് ആ അളവിന് തൈര് എടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഓവർ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചെടുക്കുക. പിന്നെ ഈ അളവൊക്കെ കറക്റ്റാക്കുക, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിത് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റും പിന്നെ എല്ലാം കൂടെ ചുട്ടെടുത്ത് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റും, അങ്ങനെ മൊത്തം 10 മിനിറ്റ് മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഇതുണ്ടല്ലോ അപ്പക്കാരം, അതും കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഓരോ തവയും മാവായിട്ട് കോരി ഒഴിക്കുക, ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല ബബിളായിട്ട് നല്ല ബബിൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ദോശയായിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നെയ്യോ എണ്ണയോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആക്കി എടുത്താൽ നിങ്ങൾക്ക് കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം ക്രിസ്പി ആക്കണ്ടെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങാ ചട്നീൻ്റെ കൂടെയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക, അതിൽ പോയാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കി വെച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാത്രമല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.